തുറക്കണോ? പ്രണവ് സാറോ? താങ്ക് യു സാർ. സാറോ? ആരായാലും ബഹുമാനിക്കാൻ പഠിക്കണം, അതാണ് എന്റെ പോളിസി. ഓക്കെ സാറേ, പോക്കോ പോക്കോ പോക്കോ. സാർ, അയ്യോ സാറേ, സൂക്ഷിച്ച്. നോ പ്രോബ്ലം. ആര് വിചാരിച്ചാലും എന്നെ അങ്ങനെ വീഴ്ത്താനൊന്നും പറ്റത്തില്ല, വീഴത്തില്ല ഞാൻ. എന്തായാലും സാറിനൊരു താങ്ക്സ് ഉണ്ട് കേട്ടോ. താങ്ക് യു സാർ. ഓക്കെ സാർ, ഞങ്ങൾ വരണോ? ഞാൻ പിടിക്കാം, അല്ലെങ്കിൽ സാർ വീഴും. സാറിന്റെ താങ്ക് എനിക്ക് വേണ്ട സാർ. അല്ലാതെ തന്നെ ഒരുപാട് സാറന്മാരെനിക്കിട്ട് താങ്ങിക്കൊണ്ടിരിക്കുമല്ലയോ, അത് മതി. ഓക്കെ സാർ, പൊക്കോ. ശരി സാർ. പ്രണവേ, ഇത് എന്തോന്നാടാ ഇത്? അയ്യോ, സാറിവിടെ നിൽക്കുമായിരുന്നോ? കണ്ടില്ലായിരുന്നു കേട്ടോ. നമസ്കാരം. എല്ലാത്തിനും ഒരു ലിമിറ്റ് ഉണ്ട് പ്രണവേ. നീ കാണിക്കുന്നൊക്കെ തെറ്റാണ്. ആഹാ, മദ്യപിച്ച് വണ്ടി ഓടിക്കുന്നത് തെറ്റാണ് എന്ന് വെച്ച് മദ്യപിച്ച് നടക്കുന്നത് തെറ്റാണോ സാർ? സാർ എവിടുത്തെ സാറാ സാറേ? അല്ല സാറേ, ഇനി ഇതിന്റെ പേരിൽ പെറ്റി അടിക്കുവോ അതോ മുഖത്തടിക്കുവോ? എന്ത് ശിക്ഷ എവിടെയെങ്കിലും തന്നോ ഞാൻ സ്വീകരിക്കാം. അയ്യോ, അത് ഞാൻ മറന്നുപോയി. ഈ സാറിനെ ശിക്ഷിക്കണമെങ്കിൽ ചുറ്റുപാട് ഇതൊന്നും പോരല്ലോ. കേട്ടു നിന്ന് കൈയടിക്കാൻ ഒരു പുരുഷാരം ഉണ്ടെങ്കിലല്ലേ സാറിനൊരു ഗുമ്മുള്ളൂ, അല്ലേ? ഇപ്പോഴേ രാത്രിയായി പോയെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ റോഡിൽ നിന്ന് കുറച്ച് ആൾക്കാരെ പിടിച്ചു നിർത്തായിരുന്നു. ഐ ആം സോറി സാർ, വേറെ വഴിയില്ല, ഞാനെന്നാ പൊക്കോട്ടെ. പ്രണവേ, നിന്റെ മനസ്സിലെ വിഷമം എന്താണെന്ന് എനിക്കറിയാം. എടാ, അപ്പോഴത്തെ ദേഷ്യത്തിൽ ഞാൻ എന്തോ പറഞ്ഞു പോയതാ. അതിന്റെ പേരിൽ നീ എന്തിനെങ്ങനെ കുടിക്കുന്നത്? കുടിക്കുന്നത് വിഷമം മാറാനാണോ? ഫിറ്റാവാനല്ലേ? എനിക്കൊരു സംശയം, സാറ് പറയുന്ന പോലെ ഞാനാണോ പൊട്ടൻ അതോ സാറ് തന്നെയാണോ പൊട്ടൻ? ആർക്കറിയാം, ഞാൻ തന്നെ ആയിരിക്കും പൊട്ടൻ. അല്ലെങ്കിൽ ഇവിടെ ഇങ്ങനെ വന്നിന്ന് സംസാരിക്കൂ. എന്തെങ്കിലും ആവട്ടെ, ഞാൻ പോണു. എന്തോ തീരുന്നില്ല. ഞാനിപ്പോഴും പ്രണവിനെ കാണുന്നില്ലല്ലോ എന്ന് ആലോചിക്കായിരുന്നു. എന്താ പ്രണവ് ഇത്ര വൈകിയേ? എനിക്ക് വൈകി വരാൻ പാടില്ലേ? പ്രണവ് കുടിച്ചിട്ടുണ്ടോ? കുടിച്ചതിന്റെ പേരിൽ എന്താ നിനക്ക് തെറി വിളിക്കാൻ തോന്നുന്നുണ്ടാ? വിളി, നിനക്കും വിളിക്കാം. നീ ആയിട്ട് എന്തിനാടി കുറയ്ക്കുന്നത്? പ്രണവ് വീഴല്ലേ? നോ, ഡോണ്ട് ടച്ച്. പിടിക്കണ്ട, എനിക്ക് കുഴപ്പമൊന്നുമില്ല. എന്തിനാ പ്രണവ് ഇങ്ങനെ കുടിക്കുന്നത്? പ്രണവിന്റെ മനസ്സിൽ ഇപ്പൊ ഞാനില്ലാന്ന് എനിക്കറിയാം, ആരും അല്ലാന്നും അറിയാം. എത്ര വേണമെങ്കിലും എന്നെ വെറുത്തോളൂ, പക്ഷെ എന്റെ പ്രണവ് ഇങ്ങനെ കുടിച്ച് നശിക്കല്ലേ? അത് കാണുന്നത് എനിക്ക് സങ്കടം. എന്തിനാ കുടിക്കാതിരിക്കുന്നേ? കുടിച്ചാൽ എന്തോ കുഴപ്പം? കൂടിപ്പോയാൽ ചാവുമായിരിക്കും. ചാവട്രി, ജീവിച്ചിരുന്നിട്ടും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലല്ലോ. ഇങ്ങനെ നാണം കെട്ട് ജീവിക്കുന്നതിനേക്കാളും നല്ലതാ. വെറുതെ അപശകനങ്ങൾ പറയില്ലേ പ്രണവേ? ഇങ്ങനെയൊക്കെ സംസാരിക്കാനും വേണ്ടി ഇപ്പൊ എന്താ ഉണ്ടായേ? ആരാ അപമാനിച്ചേ? അപമാനിച്ച ആരാ നിനക്കറിയണോ? ഞാൻ പറഞ്ഞുതരാം, ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. പ്രണവേ പറ, എന്താ ഉണ്ടായേ? പറ. എന്താ ഉണ്ടായെന്ന് വെച്ചാലേ, അതിപ്പോ എന്താന്ന് വെച്ചാല് പ്രണവേ, എന്താ പറയാനാ, അപമാനിച്ചു, അത്ര തന്നെ. പറ പ്രണവേ, ആരാ അപമാനിച്ച? എവിടെ വെച്ചാ? ആരാന്ന്? വേറെ ആരാ? അയാള് തന്നെ, അയാള്. എടാ ഗൗതം, നിന്നെ ഞാൻ വെറുതെ വിടൂലടാ. തന്നെ ഇടാ ഗൗതം,
നീ എന്തോടാ വിചാരിച്ചു വെച്ചിരിക്കുന്നത്? വേൾഡിലെ നമ്പർ 1 ബിസിനസ്മാൻ നീയാണെന്നാ? നിനക്ക് തെറ്റൊന്നും പറ്റത്തില്ലേ? തെറ്റ് പറ്റത്തില്ലടാ. വേറെ അവന്റെ പെർഫോമൻസ്, ഒടുക്കത്തെ പെർഫോമൻസ് അല്ലേ അവന്റെ. ഗൗതം, ഞാനും ഒരു ബിസിനസ്മാനാടാ. നീ ഒരു തെറ്റ് പറ്റിപ്പോയി. അതിന്റെ പേരിൽ സ്റ്റാഫുകളുടെ മുന്നിൽ വെച്ച് നീ എന്നെ അപമാനിച്ചല്ലേ? അപ്പൊ അതാണ് കാര്യം. മതി, ഇത്രയും മതി എനിക്ക്. ബാക്കി ഞാൻ ചെയ്തോളാം.